കെ മൗലവി മിണ്ടാൻ അർഹതയില്ല, വക്ക മൗലവി മിണ്ടാൻ അർഹതയില്ല, അമാനി മൗലവിയെ തൊടാൻ കഴിയില്ല. നിങ്ങൾക്ക് അമാനി മൗലവി സിഹിറിനെ അംഗീകരിച്ച ആളാണ്. ഇൻഷാ അല്ലാഹ് തഫ്സീറൊക്കെ വായിക്കും. മാത്രമല്ല സിഹിറിന് യാഥാർത്ഥ്യമില്ല, ഗുണമായോ ദോഷമായോ ഉള്ള ഏതെങ്കിലും ഫലം ഉണ്ടാകുന്ന തരത്തിൽ ഒരു സിഹിറുമില്ല എന്ന് പറഞ്ഞിട്ട് അവസാനം പറയാണ്, മുഅ്തസില വിഭാഗക്കാരിൽ നിന്നാണ് ഇതിന്റെ ഉത്ഭവം. കേട്ടോ, മുഅ്തസില വിഭാഗക്കാരിൽ നിന്നാണ് ഇതിന്റെ ഉത്ഭവം. അപ്പൊ മുഅ്തസില വിഭാഗമാണ് എന്ന് പഠിപ്പിക്കുകയും ചെയ്തു. ഒന്നുകൂടി സിഹറുമായി ബന്ധപ്പെട്ട കാര്യം അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്, നിങ്ങൾ കേട്ടോളൂ. നിങ്ങൾ പറഞ്ഞല്ലോ ഇവിടെ സിഹിർ ഫലിക്കുമെന്ന് പറഞ്ഞാൽ അത് ജൂതന്മാരുടെ വിശ്വാസമാണെന്ന്. നഊദു ബില്ലാഹ് സുമ്മ നഊദു ബില്ലാഹ്. ആരെയാണ് സഹോദരങ്ങൾ നിങ്ങൾ ജൂതനാക്കിയത്? ആയിഷ റളിയല്ലാഹു അൻഹ, അതുപോലെ തന്നെ സയ്യിദ് ഇബ്നു അർഖമിനെ, അതുപോലെ തന്നെ താബിഈങ്ങളെ, അതുപോലെ തന്നെ മുസ്ലിം ലോകത്തിന്റെ അഹ്ലുസുന്നയുടെ മുഴുവൻ പണ്ഡിതന്മാരെയുമാണ് നിങ്ങൾ ജൂതന്മാരാക്കിയതെങ്കിൽ ഇല്ല ഇല്ല സഹോദരങ്ങൾ, ഇതൊരിക്കലും മുസ്ലിമീങ്ങൾക്ക് പൊറുക്കാൻ കഴിയില്ല. അപ്പൊ അമാനി മൗലവില്ല, അഹ്ലുസുന്നയുടെ ഉലമാക്കളില്ല, ആരുള്ളങ്ങളുടെ കൂടെ സിഹിർ നിഷേധികളുടെ കൂടെ ആയത്ത് നടുക്ക മുറിച്ചിട്ട് എന്ന് നിർത്തണേ. ചില ആളുകൾ വാലില്ലാത്ത KNM-ലുണ്ട്. KM മൗലവി ഉണ്ടാക്കിയ KNM-ലല്ല, വാലുള്ള KNM-ലും വാലില്ലാത്ത KNM-ലും ചില ആളുകളുണ്ട് സിഹിർ നിഷേധികൾ. അവർക്ക് ഉമർ മൗലവിന്റെ സപ്പോർട്ടുണ്ടോ? ഉമർ മൗലവിന്റെ സപ്പോർട്ടുണ്ടോ? ഉമർ മൗലവിയുടെ വിഷയം ഉദ്ധരിക്കുന്നത് നിങ്ങൾ കേട്ടോളൂ. ഉമർ മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറാണ്. ആ തഫ്സീറിൽ നിങ്ങളിപ്പോൾ ചേകനൂരികളെ പോലെ ഓതിക്കൊണ്ടിരിക്കുന്ന വഖാല ളാലിമുൻ ഇൻ തത്തബിഉന ഇല്ലാ റജുല മസ്റൂറ എന്ന ആയത്ത് വിശദീകരിച്ചുകൊണ്ട് സൂറത്തുൽ ഫിർഖാനിൽ പറഞ്ഞ ആയത്ത് വിശദീകരിച്ച് എന്താ ഉമർ മൗലവി പറഞ്ഞു? നിങ്ങൾക്ക് ഒരു ഉമർ മൗലവിയില്ല, ആരും നിങ്ങളെ കൂടല്ല, നിങ്ങളൊരു സലാം സല്ലമിയും കുറച്ച് ആളുകൾ മാത്രമുണ്ട്. ആ മാത്രമല്ല നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ എല്ലാവരും ഇല്ല. റഊഫ് നദീബുണ്ടോ? റഊഫ് നദീബ് സിഹിറിനെ ഹഖീഖത്ത് നിഷേധിക്കുന്നുണ്ടോ? ഇല്ല. കണ്ണീർ നിഷേധിക്കോ? മാത്രവുമല്ല യമൻ നദീബി, അതുപോലെ തന്നെ ചെറിയ മുണ്ടം. അപ്പൊ നിങ്ങളുടെ എത്ര ഗ്രൂപ്പ്, നിങ്ങളുടെ ജമിയത്തുലമ കൂടിയാൽ ഇപ്പൊ എത്ര സിഹിറിനെ സംബന്ധിച്ച് ഇനി കേട്ടോ, ആരോ മാരണം ചെയ്തിട്ട് ചിത്രഭവം സംഭവിച്ച ഒരാളാണ് ഇവർ, അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് നടക്കുന്നത്, അതല്ലാതെ യാതൊരു കുഴപ്പമുണ്ടാക്കാൻ കാരണമില്ല എന്നവർ പറഞ്ഞു. അവരുടെ ഈ പറച്ചിൽ വലിയ അക്രമമാണ്. ഇവിടെ ഒരു കാര്യം ഉണർത്താനുണ്ട്. ബുഖാരിയിൽ ഒരു കള്ള ഹദീസ് ഉണ്ടെന്ന് ആരോപിക്കുന്ന ഒരു കൂട്ടർ പറയുന്നു, ഒരു യഹൂദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിഹ്റു ചെയ്തെന്ന് ബുഖാരി ഹദീസുണ്ട്, അത് ഈ ആയത്തിനെതിരാണ് എന്ന്. ശരിക്കും കേട്ടോളി, സിഹിർ ബാധിച്ച ആളെ വിശ്വാസികൾ പിൻപറ്റിയെന്ന് കാഫിറുകൾ പറഞ്ഞു എന്നുള്ളതാണ് വിഷയം. അതുകൊണ്ട് ഇവിടെ ഒരു കുഴപ്പവുമില്ല. സിഹിർ ബാധിച്ച ആളെ പിൻപറ്റിയെന്നത് താന്തോന്നികൾ പറഞ്ഞത്. ഇനി ഹദീസിലുള്ളത് എന്താണെന്ന് ശരിക്കും പരിശോധിച്ചാൽ ഒരാൾ സിഹിർ ചെയ്തു, വൈകാതെ തന്നെ അള്ളാഹു രക്ഷിച്ചു എന്നാണ് ചുരുക്കം. അത് നിഷേധിക്കേണ്ട കാര്യമെന്ത്? ഉമർ മൗലവി നിങ്ങളോട് ചോദിക്കുന്നു, മാധുരി പറഞ്ഞില്ലേ ചോദിച്ചില്ലേ? മാത്രവുമല്ല അത് നിഷേധിക്കേണ്ട കാര്യമെന്ന് ഉമർ മൗലവി ചോദിക്കുന്നു. അതുകൊണ്ട് സഹീഹുൽ ബുഖാരിയിൽ കള്ള ഹദീസ് കുടുങ്ങിപ്പോയിട്ടുണ്ടെന്ന് വാദിക്കുന്നവർ വല്ലാതെ പുളകം കൊള്ളേണ്ടതില്ല. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് എന്ത് തൗഹീദാണുള്ളത്? നിങ്ങൾക്ക് എന്ത് ഉമർ മൗലവിയെ പറ്റി മിണ്ടാൻ പറ്റും? നിങ്ങൾക്ക് അമാനി മൗലവിയെ തൊടാൻ കഴിയും? നിങ്ങൾക്ക് മൂസ മൗലവി മിണ്ടിയോ? നിങ്ങൾ ഉമർ മൗലവിയും തോട്ടിലെറിയേണ്ടി വരും. മാത്രവുമല്ല നിങ്ങൾ പറയണം, ഉമർ മൗലവി അന്ധവിശ്വാസിയാണോ? ഉമർ മൗലവി ജൂതനാണോ? ആണോ? നിങ്ങൾ എന്താ ഇവിടെ പറഞ്ഞത്? സിഹിർ ഫലിക്കുമെന്ന് വിശ്വസിച്ചാൽ അത് ജൂതന്മാരുടെ വിശ്വാസമാണെന്നല്ലേ നിങ്ങൾ ഇവിടെ പറയേ? അമാനി മൗലവി ജൂതനാണോ? ഉമർ മൗലവി ജൂതനാണോ? അതുപോലെ തന്നെ മൂസ മൗലവി അബ്ദുസ്സലാം സുല്ലമിയുടെ പിതാവ് റഹിമഹുല്ലാഹ്, അദ്ദേഹം ജൂതനാണോ? എന്താണ് നിങ്ങൾ മിണ്ടാത്തത്? എന്താ മിണ്ടാത്തത്? അതുകൊണ്ട് നിങ്ങൾ മിണ്ടണം.